ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിൻസ് അമേസിങ് വേൾഡ്. നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവുകയാണ്. ഗോവ സീരീസാണ്. അപ്പോൾ ഞങ്ങൾ കൊങ്കണീസ് ഗോവയ്ക്ക് പോവുകയാണെങ്കിൽ അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുലദേവത ടെമ്പിൾസ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കിയാൽ കാണാം, ഗോവൻ മഹാരാഷ്ട്രീയൻ ശൈലിയിലാണ് ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായ ഗോപുരങ്ങൾ എല്ലാ അമ്പലത്തിൻ്റെയും മുമ്പിലുണ്ട്. ദീപസ്തംഭം അഥവാ വിജയസ്തംഭമാണ്. അതിൽ പലതരത്തിലുള്ള ചിത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്പലങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ ഏകദേശം ഒരു 28 കുലദേവതാ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. രാംനാഥി, നാഗേശി, മഹാലക്ഷ്മി, മഹാലസ നാരായണി, ശാന്താദുർഗ, പിന്നെ ദേവകി കൃഷ്ണ രവൾനാഥ്, ഇങ്ങനെയൊക്കെ പല ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് പുറത്തൊക്കെ നമ്മൾ കാണുന്ന പോലെ ഈ പൂക്കൾ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ ക്ഷേത്രത്തിലും തുളസിത്തറ ഉണ്ട്. അതൊരു ഐശ്വര്യമാണ്. നമ്മളെ വീടിന് മുമ്പിലുള്ള പോലെ തന്നെ തുളസിത്തറയൊക്കെ ഉണ്ട്. നമ്മളവിടെ പോവുകയാണെങ്കിൽ നമ്മളതിനെ പൂജിക്കാറുണ്ട്. ശ്രാവണ മാസത്തിലാണ് നമ്മളെ കുലദേവതാ ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ ഞങ്ങൾ പൂജിക്കാറുണ്ട്. ഈ നാഗേഷ് മഹാരുദ്ര എന്ന് പറഞ്ഞ ടെമ്പിൾ എൻ്റെ കല്യാണം കഴിഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഇപ്പോൾ എൻ്റെയും കുലദേവതയാണ്. അപ്പോൾ നാഗേഷ് മഹാരുദ്ര, അതായത് ശിവൻ്റെ ക്ഷേത്രമാണിത്. കുളമുണ്ട് ഇവിടെ. പിന്നെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. അത് രാവിലെ ട്രെയിനിലെത്തിയതാണ്. കേരളത്തിൽ നിന്നും ഇവിടെ എത്താൻ പറ്റിയത് നേത്രാവതി എക്സ്പ്രസ് ആണ് കേട്ടോ. രാവിലെ എത്തിയപ്പോൾ ഞങ്ങളിവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ വേണം. മീൻസ് ഏത് ഫാമിലിയാണ്, എവിടെ നിന്നാണ്, ഏത് ഗോത്രമാണെന്നൊക്കെ അവർ ചോദിക്കും റൂം തരുന്നതിന് മുൻപേ. റൂമൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ഒന്ന് ഫ്രഷായി, പിന്നെ അമ്പലം തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി ഈ തുളസിത്തറയിൽ ഞങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ശ്രാവണ മാസം, ഈ ഓഗസ്റ്റ് മാസമൊക്കെ ഇല്ലേ, ആ സമയത്ത് നമ്മളിവിടെ വരുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ പൂജ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആ സമയത്ത് ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ഇത് കണ്ടോ, അമ്പലത്തിൽ കുളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ കുളത്തിലൊക്കെ ഇറങ്ങും. ഇതാണ് നമ്മളെ അമ്പലം. ഇവിടെ ഒരു ദീപസ്തംഭമുണ്ട്, ഗോപുരമുണ്ട്. സെക്യൂരിറ്റീസൊക്കെ ഏത് സമയം ഉണ്ടാവും കേട്ടോ. പിന്നെ അവർ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതുപോലുള്ള എല്ലാ കുലദേവതാ ക്ഷേത്രങ്ങളിലും ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അന്നദാന മണ്ഡപം വേറെ ഉണ്ടാവും. മീൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് വേറെ തന്നെ ഉണ്ടാവും. പിന്നെ ക്യാൻറ്റീനിലാണെങ്കിൽ വളരെ വിലക്കുറവാണ് കേട്ടോ. ഇവിടെ ഫുഡിനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഒരു കല്യാണത്തിൻ്റെ സെറ്റപ്പിലാണ് കേട്ടോ. ഇന്നൊരു കല്യാണം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഞങ്ങൾ ആദ്യം വാങ്ങിയത് കേട്ടോ. അപ്പോൾ പാവ് ഭാജി ഉണ്ടായിരുന്നു, മിസൽ പാവ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുമ്പോഴേക്കും കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നീർദോശ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ദോശയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്തു. ഈ കല്യാണത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ലേ, ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്തു. കുറേ കുട്ടികളൊരു സ്കൂളത്തെ ട്രിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. നമ്മളെ സംസ്കാരത്തിനെ കുറിച്ചും നമ്മളെ പഴയ കാര്യങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ അടുത്ത അമ്പലത്തിലേക്കാണ് പോയത്. നമ്മുടെ അടുത്ത അമ്പലമാണ് മഹാലക്ഷ്മി. ദേവി മഹാലക്ഷ്മി ഞങ്ങളുടെ കുലദേവിയാണ്, മീൻസ് എൻ്റെ ഫാമിലിയുടെ. അപ്പോൾ AD 1500 അവസാന ദശകത്തിൽ പോർച്ചുഗീസുകാരുടെ മൃഗീയ പീഡനങ്ങളെ അതിജീവിച്ച് സ്വന്തം സമുദായത്തിൻ്റെ നിലനിൽപ്പിനു ആശങ്ക ഉദിച്ചപ്പോൾ കടൽ മാർഗം ആരാധനാ വിഗ്രഹങ്ങളുമായി നിരവധി പേർ കൊങ്ങിണിമാർ ഗോവ വിട്ടു. അതിൽ നമ്മുടെ മുത്തശ്ശനൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു ജനറേഷൻ. ഓക്കെ, അവരവിടുന്ന് പലായനം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മതം മാറാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. മതം മാറാൻ താല്പര്യമില്ലാത്തവരെ പോർച്ചുഗീസുകാരെ മൃഗീയ പീഡനത്തിലൂടെ ഇല്ലാതാക്കി.
പറ്റുന്ന ആൾക്കാർ രക്ഷപ്പെട്ടു. അപ്പോൾ അവരുടെ പരമ്പരകളിൽ പെട്ടതാണ് നമ്മൾ. അപ്പോൾ കടൽ മാർഗവും കരമാർഗവും പലായനം ചെയ്തവർ കർണാടകയുടെയും കേരളത്തിൻ്റെയൊക്കെ തീരപ്രദേശങ്ങളിൽ അവിടെ വന്നിട്ട് ഒരു അമ്പലമൊക്കെ പണിത് വിഗ്രഹാരാധനയൊക്കെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ പിന്നെ ഇങ്ങനെ നമ്മുടെ അമ്പലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഗോവയിൽ നിന്ന് കൊങ്ങിണികൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്പ്രെഡായത്. എന്തു തന്നെ സംഭവിച്ചാലും പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ നമ്മുടെ കുലദേവതാ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട്. തിരുപ്പതി വെങ്കടേശ്വര ഭഗവാനെയും പിന്നെ നമ്മുടെ കുലദേവതകളെയും നമ്മുടെ അതാത് നാട്ടിലുള്ള അമ്പലത്തിലെ ദേവീദേവന്മാരെയും ഒക്കെ ആരാധിച്ചു പോകുന്നവരാണ് കൊങ്ങിണിമാർ. അപ്പോൾ നമ്മുടെ ഈ അമ്പലങ്ങളൊക്കെ ഉള്ളത് പോണ്ടാന്നുള്ള സ്ഥലത്താണ് ഏകദേശം എല്ലാ അമ്പലങ്ങളും ഉള്ളത്. പിന്നെയും കുറച്ച് ദൂരമുള്ളത് രവൽനാഥ് ടെമ്പിളാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് രാംനാഥി ടെമ്പിളിലേക്കാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഗോവയിലെ റോഡ് പണി വേണമെങ്കിൽ കണ്ടോളൂ. ഒരു റോഡ് പണിക്കായിട്ട് ഇങ്ങനെ പെട്ടെന്നാണ് കേട്ടോ ഈ എന്തോ മണ്ണൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റോഡിൽ ഭയങ്കര ഡസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തി. നമ്മൾ ഡ്രൈവറാണെങ്കിൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രാംനാഥി ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഏറ്റവും വലുതെന്ന് എനിക്ക് തോന്നിയത് രാംനാഥിയാണ് കേട്ടോ. പക്ഷെ ഫുഡും അക്കോമഡേഷനും ഞാനിങ്ങനെ നിന്നത് നാഗേശിയിലായതുകൊണ്ട് അവിടുത്തെ ഒരു ഫുഡും അക്കോമഡേഷനും സർവീസും ഒക്കെ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഇതായത് കൊണ്ടായിരിക്കാം. നല്ല വെയിലാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഈ സമയം കൊണ്ട് കുറേ ബോട്ടിൽ വെള്ളം അങ്ങ് തീർത്തു. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോൾ ഉള്ള വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല വെയിലാണെങ്കിലും എല്ലാവരും നല്ല ഉത്സാഹത്തോടെയാണ് പോകുന്നത്. തലയിൽ തൊപ്പിയൊക്കെ വെച്ച് പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ തൊപ്പിയൊന്നും എടുത്തിട്ടില്ല. സൺസ്ക്രീന് തേച്ചത് കൊണ്ട് ഒരു രക്ഷയുണ്ട് കേട്ടോ. ഈ അമ്പലങ്ങളിലൊന്നും നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉള്ളിലുള്ള വീഡിയോസൊന്നും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇനി ദൂരത്തുനിന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ രാംനാഥി ക്ഷേത്രത്തിൻ്റെ ആണ്. അപ്പോൾ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടെങ്കിലും നമുക്കവിടെ നല്ലൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. ഈ അമ്പലത്തിലുണ്ടല്ലോ, അത് ചിലപ്പോൾ അതിൻ്റെ ഈ നിർമ്മിതിയുടെ ഒരു ഗുണമായിരിക്കാം. എന്ന് വെച്ചാൽ ഫുള്ള് ടൈലും പിന്നെ എന്താ പറയുക അതിൻ്റെ ഒരു സ്ട്രക്ചർ അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റാണ്. പിന്നെ നമ്മൾ പോയിട്ട് ആ ഓഫീസ് റൂമിൽ കുറച്ച് നേരം AC ഇരുന്നു കേട്ടോ. കുറച്ച് വെള്ളം കുടിച്ചു. അങ്ങനെ ഇവിടുന്ന് തിരിച്ച് പോവാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രവൽനാഥ് ടെമ്പിളാണ്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മഹാലസ നാരായണി ടെമ്പിളിലേക്കാണ്. ഇത് കണ്ടോ, റോഡ് പണി ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന് റോഡ് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നിമിഷങ്ങൾക്കുള്ളിലാണ് ഇവർ ഒക്കെ ചെയ്യുന്നത്. ആ മണ്ണൊക്കെ മാറ്റി അവർ പണി തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഈ മുക്കാൽ മണിക്കൂറിൽ അവിടെ നിന്ന് പുറത്ത് വരുമ്പോഴേക്ക് ഇവരുടെ പണിയൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. ഗോവ ഏകദേശം നമ്മുടെ കേരളം പോലെ തന്നെയാണ് കേട്ടോ. ആൾക്കാരും ഭാഷയും സംസ്കാരമൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ പോലെ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ പോയ നാഗേശി ടെമ്പിളിൻ്റെ അതിലെ കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ പോവുക. ഇപ്പോൾ നമ്മൾ പോകുന്ന മഹാലസ നാരായണി ടെമ്പിളിലേക്കാണ്. ഈ പൈ എന്ന് സർനെയിം ഉള്ള ആൾക്കാരുടെ കുലദേവത ടെമ്പിളാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ വീട്ടിൽ മീൻസ് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ അവിടുത്തെ കുലദേവതയാണ് മഹാലസ നാരായണി. മഹാലസ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മോഹിനി രൂപം സ്വീകരിച്ചതിൻ്റെ ആണ് കേട്ടോ. പോർച്ചുഗീസുകാരുടെ ആക്രമണ സമയത്ത് വിഗ്രഹം ഉണ്ടല്ലോ, അത് വെർണയിൽ നിന്ന് മാർഡോളിലേക്ക് മാറ്റിയതായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു അമ്പലമൊക്കെ പ്രതിഷ്ഠ ചെയ്തു. നമ്മളിവിടുന്ന് എന്തായാലും നമ്മളൊരു ഹോണ്ടി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. ഹോണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളതിൽ തേങ്ങ, അരി,
പിന്നെ കുങ്കുമം, ഹൽദി അതൊക്കെ നമ്മൾ കൊടുക്കും. അത് അർപ്പിക്കുന്നതാണ് ദേവിക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെസീറ്റ് ചെയ്ത് ഇവിടുന്ന് വാങ്ങണം. അപ്പോൾ എല്ലാ ദേവീക്ഷേത്രങ്ങളും നമ്മളത് ചെയ്തിട്ടുണ്ട്. നേരത്തെ മഹാലക്ഷ്മിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാരികളൊക്കെ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഓഫറിന് വരുന്ന സാരികളാണ്. അത് നമ്മൾ വെറുതെ വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പോൾ അത് അവർ ഇങ്ങനെ പുറത്ത് കൊടുത്താൽ അത് അവർക്ക് വരുമാനവും ആവും. അപ്പോൾ അവർക്ക് വന്ന ആ ഒരു പ്രൈസ് ഉണ്ടാവുമല്ലോ, നമ്മൾ അവിടെ സമർപ്പിക്കുമ്പോൾ ഇത് എത്ര രൂപയുടെ സാരിയാണെന്ന് അവിടെ എഴുതി കൊടുക്കണം. മീൻസ് അതിൻ്റെ ബില്ലോ മറ്റോ കൊടുക്കണം. എന്നിട്ട് ഇവർ നമുക്ക് കൊടുക്കുമ്പോൾ ഈ 40% ഓഫ്, 50% ഓഫ് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് നമുക്ക് തരാം. നല്ല നല്ല സാരികളുണ്ട് കേട്ടോ. മീൻസ് ഒട്ടും ഉടയാത്ത, നമ്മൾ സമർപ്പിക്കില്ല ദേവിക്ക്, അതുപോലെ തന്നെ അവർ മടക്കിയിട്ട് അവരുടെ പ്രൈസ് എഴുതിയിട്ട് അവിടെ തൂക്കിയിടും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു സാരി വാങ്ങി. അങ്ങനെ എപ്പോഴും സാരി വാങ്ങുന്ന ആളല്ല ഞാൻ. മീൻസ് എനിക്ക് സാരിയോട് വലിയ ക്രേസ് ഇല്ല, വാങ്ങും. പിന്നെ ഇതിൽ നിന്ന് ഒരു സാരി വാങ്ങി. എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള സാരീസ് ഉണ്ട് കേട്ടോ. നമുക്ക് മഹാരാഷ്ട്രീയൻ സ്റ്റൈലിൽ ഉടുക്കാൻ പറ്റുന്ന സാരീസ്, പിന്നെ തട്ടുടുക്കാൻ പറ്റുന്ന, മീൻസ് പൂജയ്ക്കൊക്കെ തട്ടുടുക്കാറില്ലേ ബ്രാഹ്മിൻസ്, അതുപോലെ തന്നെ തട്ടുടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഞങ്ങളുടെ ശ്രാവണ മാസത്തിലെ പൂജയ്ക്കും സത്യനാരായണ പൂജയ്ക്കും ഒക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തട്ടുടുത്തിട്ടാണ് സ്ത്രീകളും ഇരിക്കുക. അപ്പോൾ അവർ നമുക്ക് കൃത്യമായ ബില്ലും തരും കേട്ടോ കയ്യിൽ. എത്ര രൂപയുടെ സാരിയാണ്, എത്ര ഡിസ്കൗണ്ടാണ് തന്നത് ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടുന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് ഉള്ളിൽ കയറിയിട്ട് ദേവിക്ക് ഊണ്ടി സമർപ്പിച്ചു. പിന്നെ നമ്മളിങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഈ അമ്പലത്തിൻ്റെ ഒന്ന് ചുറ്റും ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ചെരുപ്പൊക്കെ വെക്കാൻ വേറെ തന്നെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, സ്റ്റാൻഡൊക്കെ ഉണ്ട്. മറ്റമ്പലങ്ങളിൽ അങ്ങനെ വലിയ ശ്രദ്ധിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ ഫാമിലിയുടെ ആണ്. പിന്നെ ഇവിടെ നമ്മളൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗോവയിലെ ഷോപ്സിൻ്റെ പ്രത്യേകത അതാണ്, നമുക്ക് എന്താ ചോദിച്ചാലും കിട്ടും, ഇല്ല എന്നൊരു ഉത്തരമില്ല. അപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യമാണ് ദേവകി കൃഷ്ണ രവൾനാഥ് ടെമ്പിൾ, അതായത് പ്രഭു സർനെയിംസ്. ഇപ്പോൾ എൻ്റെ സർനെയിം നായിക്കാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് എൻ്റെ സർനെയിം പൈ എന്നായിരുന്നു. അപ്പോൾ പൈ സർനെയിമുള്ള ആൾക്കാർക്ക് മഹാലസ നാരായണിയാണ്. പിന്നെ ഈ ഷണൈസിനെ ശാന്തേരി കാമാക്ഷി രാംനാഥി, അതായത് ഈ ഷണൈസ് മല്ലർ കിണി അവർക്കൊക്കെ. ഈ കൊങ്കണീസിനെ GSB ഗൗഡ സരസ്വത് ബ്രാഹ്മിൻസ് ആണ് ഫുൾ ഫോം കേട്ടോ. അവർക്ക് പല സർനെയിംസ് ഉണ്ട്. അതിൽ ചിലതാണ് പ്രഭു, കാമത്ത്, ഷണൈ, നായക്, പൈ, മല്ലർ, മല്യ, ബാളിക, ഹെഗ്ഡെ. ഇതൊക്കെ ഹെഗ്ഡെ എന്ന് പറഞ്ഞാൽ കന്നഡക്കാർക്കും ഉണ്ട് കേട്ടോ ഈ സർനെയിം. അപ്പോൾ പല സർനെയിംസ് ഉണ്ട്. ഇപ്പോൾ നോർത്തിൽ കുറച്ചും കൂടി നോർത്തിൽ പോകുമ്പോൾ വെർണേക്കർ ഉണ്ടാവും. പിന്നെ ഈ ടെണ്ടുൽക്കർ, അതൊക്കെ അവരൊക്കെ ഈ GSBs ആണ്. നമ്മുടെ പ്രിയപ്പെട്ട ഗായികയായ ലതാ മങ്കേഷ്കർ, അവരുടെ ഫാമിലി ടെമ്പിളാണ് മങ്കേഷി. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ എത്താനായിട്ടോ നമ്മുടെ അമ്പലത്തിലേക്ക്. ഇത് നമ്മുടെ ഗോവയിലെ ഒരു സാധാരണ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. നോക്കൂ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഇടയ്ക്ക് നമുക്കൊരു ഫിഷ് മാർക്കറ്റൊക്കെ കിട്ടിയിട്ടോ, നല്ല ഫ്രഷ് ഫിഷൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ നമ്മൾ അമ്പലം വിസിറ്റ് കഴിഞ്ഞിട്ടല്ലാതെ നമ്മളതിനെക്കുറിച്ച് ആലോചിക്കില്ല. അപ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ. പിന്നെ എൻ്റെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നു. കുട്ടികളെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ മക്കളാണ്. ഫ്രണ്ട്സല്ല, നമ്മൾ സിസ്റ്റേഴ്സാണ്, കസിൻസാണ്, അങ്ങനെ പലതും ഉണ്ട്. ഗോവയിൽ വണ്ടിയൊക്കെ റെൻറ്റിന് കിട്ടും കേട്ടോ.
മീൻസ് കാറാണെങ്കിൽ ഡെയിലി റെൻറ്റിന് കിട്ടും. നിങ്ങൾക്ക് 3 ദിവസത്തേക്ക് വേണമെങ്കിൽ 3 ദിവസത്തേക്ക് എടുക്കാം. എന്നിട്ട് അവർക്ക് നമ്മൾ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചാൽ മതി. അപ്പോൾ ഈവൻ 2 വീലേഴ്സ് വേണമെങ്കിൽ 2 വീലേഴ്സ് കിട്ടും, 4 വീലേഴ്സ് ആണെങ്കിൽ 4 വീലേഴ്സ് കിട്ടും. അവർക്ക് എന്തോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും നമ്മുടെ ആധാർ കാർഡോ അങ്ങനെ എന്തോ അവർക്ക് കൊടുത്താൽ മതി. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചി അങ്ങനെ എടുത്തിട്ട് അവർ കറങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവർ പറഞ്ഞു. ഇത് നമ്മുടെ ദേവകി കൃഷ്ണ രവൽനാഥ് ടെമ്പിളാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ ഫാമിലിയുടെ ആണ് കേട്ടോ. അമ്മയുടെ ഫാമിലിയുടെ ആണ്. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ആണ്. ഇത് നമ്മളെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരും. നല്ല ശാന്തതയാണ് ഈ അമ്പലത്തിൽ. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്. ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ തോന്നി. പിന്നെ പ്രസാദം കിട്ടി കേട്ടോ. അവിടെ എന്തോ പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ഈ പ്രസാദം കിട്ടി. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അത് അവിടെ ഇരുന്ന് കഴിച്ചു. ഞാൻ വളരെ ചെറുപ്പത്തിലാണ് കേട്ടോ ലാസ്റ്റ് ടൈം ഈ അമ്പലത്തിലേക്ക് വന്നത്. അപ്പൂപ്പൻ്റെ അമ്മൂമ്മേൻ്റെയും കൂടെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ കൂപ്പണുണ്ട്. ചെറിയൊരു പൈസയാണ്, 30 രൂപയാണ് ഒരാൾക്ക് കേട്ടോ. ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ ആദ്യം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെ ഞങ്ങൾ വലിയവരിരുന്നു കേട്ടോ. നല്ല ചൂട് ചോറും പരിപ്പ് കറിയും പിന്നെ ബാക്കി കറിയൊക്കെ കിട്ടി. നല്ലൊരു ഊണ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്